നമസ്കാരം. രാവിലത്തെ അംഗത്തിന് ശേഷം നിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. നിങ്ങൾ ലഹരിക്കെതിരെ പോരാടുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു രീതി വെച്ച് നോക്കുമ്പം ഈ ഒരു മനുഷ്യൻ ഒരു വിസ്മയം തന്നെയാണ് നമുക്ക്. അതുപോലത്തെ വീണ്ടും ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. വർഷക്കാലം നമ്മുടെ തീരദേശത്തെ പ്രമുഖ ടീമായ വല്ലിറയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ ഒരു മനുഷ്യൻ 63 വർഷം ആയി. 40-45 വർഷം VFAയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ മനുഷ്യൻ, ഒരുപാട് വർഷം ആർമിക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ മനുഷ്യൻ. വിസ്മയം തന്നെയാണ് ഇതുപോലത്തെ ആൾക്കാർ. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പങ്കുവയ്ക്കുക. ലഹരിക്കെതിരെയുള്ള വലിയൊരു കൂട്ടായ്മ തന്നെയാണ് ഈ ഒരു കായിക വിനോദം എന്നുള്ളത്. ഞങ്ങളെല്ലാം ഫുട്ബോളിനെ പ്രേമിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നിരുന്നാലും പറയാണ്. ഷാജൻ ആൻ്റണി, എയർപോർട്ട് ഷാജൻ എന്ന് പറയും. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് താരങ്ങളോടെയും ഇന്ത്യൻ താരങ്ങളോടെയും ബൂട്ടടിഞ്ഞ മനുഷ്യനാണ്. എന്നാൽ ചില വഞ്ചനയുടെ കഥകൾ ഈ സമയത്ത് പറയേണ്ട കാര്യമില്ല. ഒരുപാട് മേഖലകൾ താണ്ടി നടന്ന ഈ മനുഷ്യൻ ഇന്നും 58ാമത്തെ വയസ്സിലും ഞങ്ങൾക്കൊപ്പം ഈ ഗ്രൗണ്ടിലുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയൊരു സത്യം. ലഹരിക്കെതിരെ പോരാടുന്ന വലിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തൊരു മനുഷ്യനാണ്. ഇന്നും കാൽപന്ത് കളി എന്നാൽ ഈ മനുഷ്യൻ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു ഉദാഹരണം. ഒരുപാട് മേഖലകൾ കളിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പേര് ഷാജി. ഒരു കാലത്ത് 10-25 വർഷം മുമ്പ് തന്നെ ജില്ലാതല ഫുട്ബോൾ ടീമിനെ മലർത്തിയടിക്കാനുള്ള ടീമൊന്നും നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഇതും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു ദിവസം. തീരദേശ മേഖലയിൽ VFAയ്ക്ക് വേണ്ടി ഒരുപാട് നാൾ കളിച്ചൊരു വ്യക്തി ഈ അടുത്ത കാലത്ത് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ പോരാടുന്ന അവർക്കിടയിൽ ഇദ്ദേഹവും ഒരു വിലമതിക്കാത്ത ഒരു വ്യക്തിയാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം മണിയാശാനാണ്, മറ്റേ മണിയല്ല. ഞങ്ങളുടെ ഈ രാവിലത്തെ ഈ ടീമിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. വർഷക്കാലം VFAയ്ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞ മനുഷ്യനാണ്. ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കളിക്കാൻ വരുന്ന ഏകദേശം ആൾക്കാരും VFA ക്ലബിന് വേണ്ടി കളിച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് മേഖലകൾ കളിച്ച് താണ്ടി വന്ന ഈ മനുഷ്യനും ലഹരി പദാർത്ഥങ്ങൾക്കെതിരാണ്. ഇന്നും 55ാമത്തെ വയസ്സിലും ഈ ഗ്രൗണ്ടിൽ നമ്മളെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തുകയും എല്ലാവരെയും വിളിച്ച് ഇവിടെ ഒരുമിച്ച് കളിക്കുവാൻ വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നൊരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാലഘട്ടത്ത് ലഹരി പദാർത്ഥങ്ങൾ അത്രത്തോളം വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാലത്ത് VFAയുടെ നെടുംതൂണെന്ന് വേണമെങ്കിൽ പറയാം. തീരദേശ ഫുട്ബോളിലെ VFA വലിയവരുടെ നെടുംതൂണ്, സ്റ്റോപ്പർ ബാക്ക്. വർഷക്കാലം ആർമിക്ക് വേണ്ടി കളിച്ച ഒരു മനുഷ്യൻ. ലഹരിക്കെതിരെ പോരാടുന്ന വ്യക്തികളിൽ ഇദ്ദേഹവും ഒരാൾ. ഞങ്ങളെന്നും ലഹരിക്കെതിരാണ്. മയക്കുമരുന്നിനെതിരെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കുറേ പ്ലെയേഴ്സാണ് ഇവിടെയുള്ളത്. ആ മയക്കുമരുന്നിനെതിരെ സംസാരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറ 5ലും 6ലും പഠിക്കുന്ന പിള്ളേർ ഉൾപ്പെടെ ഉള്ളവർ മയക്കുമരുന്നിന് അടിമകളാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഫുട്ബോൾ പ്ലെയേഴ്സാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. നമ്മുടെ ലഹരി എന്നും നമ്മുടെ കായികമായിരിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ. ഓരോ മാതാപിതാക്കളും വേദനിക്കുന്ന വേദന നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നല്ലൊരു സമൂഹത്തിന് വേണ്ടി ഈ മയക്കുമരുന്നിനെതിരെ പോരാടുക. ഞങ്ങളുടെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ പോരാടും എന്ന് ഞങ്ങൾ സത്യം ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്യുന്ന ഏകദേശം പിള്ളേർ നമ്മുടെ ജൂനിയേഴ്സാണ്. അവരാരും മദ്യം പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പ്ലെയേഴ്സ് നമ്മുടെ കൂടെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് കളിക്കാനും പറ്റുന്നുണ്ട്. മദ്യം പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പയ്യന്മാർ 40-45 വയസ്സായ 50-60 വയസ്സ് കഴിഞ്ഞവരൊക്കെയാണ് നമ്മുടെ കൂടെ കളിക്കുന്നത്, ഞാനുൾപ്പെടെ. അപ്പം അതിൻ്റെ അർത്ഥം മദ്യവും മയക്കുമരുന്നും ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക്
കുറേ നാൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയും ഈ കളിയും. അതുകൊണ്ട് എല്ലാവരും അത് ഫോളോ ചെയ്യണം. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു 20 വയസ്സായ പയ്യന്മാർക്ക് പോലും സ്റ്റാമിന ഇല്ല, അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയ ആപത്തിലോട്ടാണ് നമ്മുടെ സമൂഹം പോകണമെന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പേര് ശ്യാം. ഇത് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് BSc കളിച്ച ഷിബു. ഞങ്ങളിപ്പോൾ ഒരു എബോ 40-45 50 മുകളിൽ പ്രായമുള്ളവരൊക്കെ ഡെയിലി രാവിലെ വലിയതോപ്പ് ഗ്രൗണ്ട് സെൻറ്റ് തോമസ് കൊച്ചുതോപ്പിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് മദ്യത്തിനും മയക്കുമതിനും എതിരെ നമ്മളെല്ലാം അത് ഞാനും മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 മാസമായിട്ട് ഞാനത് നിർത്തി. ഇപ്പോൾ ഈ കളീൻ്റെ രാവിലത്തെ ആ ഒരു സ്പിരിറ്റിൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്ന് നല്ലൊരു രാവിലെ പ്രാക്ടീസും കഴിഞ്ഞ് ഒരുമിച്ചൊരു കൂട്ടായ്മ പോലെ ഇപ്പോൾ അതിനെതിരായിട്ട് നമ്മളെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ഇപ്പോഴത്തെ യുവജന തലമുറയോട് പറയാനുള്ളത്, ലഹരി വേണം, ശരിക്കും ലഹരി വേണം. അത് കായികമായിട്ട് ഫുട്ബോൾ എന്ന ലഹരിയിലോട്ട് എല്ലാവരും വരാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് ലഹരികൾ ഒഴിവാക്കുക, ദയവ് ചെയ്ത് റിക്വസ്റ്റ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കുട്ടികൾ കഞ്ചാവും MDMA-യിലും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ പന്ത് കളിയാണ്. പന്ത് കളിയാണ് നമ്മളെ ലഹരി. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുകൂടി ഈ ചെറിയ കുട്ടികളെ, ഈ അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികളെ നമ്മളെല്ലാം ഈ കായിക വിനോദത്തിൽ കൊണ്ടുവരണം. പന്ത് കളിയിലും ക്രിക്കറ്റ്, ഇങ്ങനെ ഓരോ കായിക വിനോദത്തിലോട്ട് കൊണ്ടുവരണം. അതായിരിക്കണം നമ്മുടെ എയിം.